ആ ചാപ്റ്ററിന് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട്സ് വരുന്നുണ്ടോ? എടേ എന്താ നിങ്ങൾ മിണ്ടാത്ത എന്താ? റെസ്പോണ്ട് ചെയ്യടേ. ഇതിന്റെ ചോദ്യത്തിന് റെസ്പോണ്ട് ചെയ്യും നിങ്ങൾ. പ്രശ്നം ഉണ്ടായിരുന്നോ? എളുപ്പമുള്ള ചാപ്റ്റർ ആണോ അത്? എളുപ്പമായിരുന്നോ? ശരി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അതിലുള്ള ഡൗട്ട്സ് എന്താ വെച്ചാൽ അത് നമുക്ക് ആദ്യം നോക്കാം. പറഞ്ഞേ, ഏത് ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞോ. ഫസ്റ്റ് ഏത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം? ആ ക്വസ്റ്റ്യൻ നമ്പർ 12. ഇതല്ലേ? അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കണേ? സ്മിത ഷെയ്ഡഡ് എ സ്ക്വയർ cardboard as shown in the below. Which of these is closest to the area of the shaded region? So you are asked to find this area of the shaded region. But when you observe this figure, what do you feel? നിങ്ങൾ ഈ ഫിഗർ ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? വാട്ട് ആർ ദിസ്? ഇതെല്ലാം എന്തായിരിക്കും? they are semi circles. ഓക്കെ, അപ്പോൾ നമുക്കത് ഇങ്ങനെ ആ സെമി സർക്കിൾസിനെ കൃത്യമായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, and they are semicircles with the same diameter or radii. Correct? അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? there are 4 semicircles with the same diameter and one what? ഇതെന്താ? ഇറ്റ്സ് എ സ്ക്വയർ അല്ലേ? അപ്പോൾ വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മളെ ഫസ്റ്റ് ഫോർമുല നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതും? What is area of shaded region? Area of the square, bigger square. Area of larger square. Minus area of 2 circles and. Very good. 2 into area of circle plus area of smaller square. ഇവിടെ എന്തുകൊണ്ട് 2 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ? ബിക്കോസ് യു ക്യാൻ സീ ദാറ്റ് അല്ലെ, ഇത് ഒരു സെമി സർക്കിൾ ആണ്, ഇത് മറ്റൊരു സെമി സർക്കിൾ ആണ്. വെൻ യു കമ്പൈൻ ദീസ് ടു യു ഗെറ്റ് 1 സർക്കിൾ. ഈ സ്ക്വയർ പോർഷൻ നമ്മൾ എടുത്ത് മാറ്റുകയാണെങ്കിൽ ഈ 2 സെമി സർക്കിളും കൂടെ ചേർന്ന് എന്താവും? ഒരു സർക്കിൾ ആവും. അതേ സർക്കിൾ തന്നെ ഫോം ചെയ്യപ്പെടും ഈ സെമി സർക്കിളും ഈ സെമി സർക്കിളും കൂടെ ആഡ് ചെയ്യും. അപ്പൊ മൊത്തം എത്ര? 2 അപ്പൊ എത്രയായി? മൊത്തം 4 സെമി സർക്കിൾ 2 സർക്കിളിന്റെ ഏരിയക്ക് തുല്യമായി മാറി. അപ്പൊ നമുക്ക് മനസ്സിലായി 2 ഇൻറ്റു ഏരിയ ഓഫ് സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് സ്ക്വയർ. ഈ കിട്ടുന്ന വാല്യൂ യു സബ്ട്രാക്റ്റഡ് ഇറ്റ് ഫ്രം ദ ഏരിയ ഓഫ് ദി ലാർജർ സ്ക്വയർ. അപ്പൊ ഇവിടുത്തെ ആ വലിയ സ്ക്വയർ എന്ന് പറയുന്നത് ഇതാണ്, അതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ജനറൽ ഫോർമുല നമ്മൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ? വൺസ് യു ഡിഫൈൻഡ് ദ ഫോർമുല വി മസ്റ്റ് ഹാവ് ദ വേരിയബിൾസ് ഇൻ ഇറ്റ്. അപ്പൊ വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഇവിടെ 2 സ്ക്വയർ വരുന്നതുകൊണ്ട് ഒരെണ്ണത്തിന്റെ ലെങ്ത് ഞാൻ ബി ആയിട്ടും മറ്റതിനെ എ ആയിട്ടും എടുത്തു എന്ന് വെച്ചോ. അപ്പൊ എന്ത് പറയാം? ഏരിയ ഓഫ് ലാർജർ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിരിക്കും? എ സ്ക്വയർ ആയിരിക്കും. എ സ്ക്വയർ മൈനസ് 2 ഇൻറ്റു സർക്കിൾ റേഡിയസ് 6 ആണ്. അപ്പം 2 ഇൻറ്റു പൈ ആർ സ്ക്വയർ പ്ലസ് സ്മോളർ സ്ക്വയറിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ബി ആണ്, ബി സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ നമ്മളെ കാര്യങ്ങൾ എന്തൊക്കെയായി? ഇവിടെ എ നമുക്ക് അറിയണം, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്തറിയണം? റേഡിയസ് അറിയണം സർക്കിളിന്റെ. പിന്നെന്തറിയണം? ലെങ്ത് ഓഫ് വാട്ട്?
ദിസ് സൈഡ് ബിയും അറിയണം. അപ്പോൾ ഈ ഫോർമുലയിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, അതിൽ എ ഈസ് ക്വൈറ്റ്, ഇറ്റ്സ് ക്വൈറ്റ് ക്ലിയർലി ഗിവൺ. എ എത്രയാണ്? 23 സെന്റിമീറ്റർ. അത് പ്രശ്നമല്ല. പക്ഷേ ഈ റേഡിയസ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. ആൻഡ് ബി, the length of the side of the square in the smaller square is also not given. അപ്പോൾ ഇത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ടാസ്ക് മനസ്സിലായി. The first part of this is to determine the length of what? Length of what? Radius and the length of the എന്താണ്? Side of the square. അല്ലേ? നമുക്ക് ഈ സ്ക്വയറിൻ്റെ ലെങ്ത് ഓഫ് ദ സൈഡും നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഇത് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം റേഡിയസ് കിട്ടണം. അപ്പോൾ നമുക്ക് റേഡിയസ് 6 ആയിട്ടല്ലേ എടുത്തിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദിസ്? ഈ ലെങ്ത് എത്രയായിരിക്കും? ഇത് 6 ആയിരിക്കും അല്ലേ? ആം ഐ റൈറ്റ്? ദിസ് ലെങ്ത് വിൽ ബി 6. ഇനി ഇവിടെ നിന്ന് ഇതുവരെയുള്ള ലെങ്ത് എത്രയായിരിക്കും? 2r. എന്താ കാര്യം? നോക്കൂ, ഈ ലെങ്ത് നമുക്കറിയാം, ഇത് റേഡിയസ് ആണ് ഇതിൻ്റെ അല്ലേ? ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദിസ് സെമി സർക്കിൾ. അപ്പൊ ഇത് റേഡിയസ് ആണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് ലെങ്ത്? അതെന്തായിരിക്കും? ദാറ്റ് മസ്റ്റ് ബി 2r. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലെങ്ത് 2r ആയിരിക്കും. ദെൻ അഗെയിൻ നമുക്ക് ഈ ലെങ്ത് എത്രയാണെന്ന് അറിയണം. അത് എത്രയായിരിക്കും? ഇറ്റ് ഈസ് ദ ലെങ്ത് r. ഈ ലെങ്തുകളെല്ലാം കൂടെ കൂട്ടിയാൽ, ഈ ലെങ്തുകളെല്ലാം കൂടെ കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദിസ് 3.5 പ്ലസ് r പ്ലസ് ദെൻ ദിസ് 2r പ്ലസ് ദിസ് ലെങ്ത് r പ്ലസ് 3.5 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 23 സെന്റിമീറ്റർ. അതിൽ ഡൗട്ട് ഒന്നുമില്ല. കറക്റ്റ്. So when you add all this, we get 23 centimeter. Why did you choose this situation? Because we know there is only one variable in this solution, in this equation. കണ്ട, ഇവിടെ 3.5 പിന്നെ എല്ലാം ആറിലാണ്. അതിൻ്റെ അർത്ഥം ഇതൊരു സിംഗിൾ വേരിയബിൾ ഇക്വേഷൻ ആണ്. സോ ഇറ്റ്സ് വെരി ഈസി ടു സോൾവ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോയത്. അപ്പോൾ അവിടെ എന്താ കാര്യം? 3.5 3.5 കൂടെ ചേർന്ന് 7 പ്ലസ് r പ്ലസ് 2r പ്ലസ് r എന്ന് പറഞ്ഞാൽ എത്രയാ? 4r is equal to 23 centimeter. Then what is 4r? 23 minus 7, that is 16 centimeter. അല്ലേ? And what is r? It is 4 centimeter. അപ്പോൾ radius of this is given as 4 centimeter. So radius 4 ആണ്. So what about the length of the side B? ഈ B എത്രയായിരിക്കും? B is equal to 2r. The diameter of this, what is that? 8 centimeter. So B equal to 8 centimeter and r is equal to 4 centimeter. See, and A is already given 23 centimeter. So substitute it to get the area. ശരിയല്ലേ? ശരിയല്ലേ? അപ്പോൾ ആദ്യം ഈ ജനറൽ ഫോർമുല ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ട വേരിയബിൾ അസൈൻ ചെയ്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. വേരിയബിൾ എങ്ങനെ നമ്മൾ കണ്ടെത്തും? ഇതാണ് അതിൻ്റെ മെത്തേഡ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ നൗ. ക്ലിയർ അല്ലേ? യെസ് ഓർ നോ? Yes, sir. ഓക്കെ, ഗുഡ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Sir, 16th question. 16th one. Oh, 16th കേസ് സ്റ്റഡി അല്ലേ? ഓക്കെ, അപ്പം ഞാൻ ഇത് എടുത്തോട്ടെ. ആദ്യം ആ ഫിഗർ അവിടെ എടുത്തോട്ടെ. ഓക്കെ, അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? So let me read that first. Gauri got her wall painted in different manner. The whole wall was painted with pink, leaving a circular portion of diameter 4.2 meter. In this circle, she asked the painter to paint a beautiful scenery in one half of it by drawing a full-size triangle possible, as shown in the figure. In the other half of the circle, she drew the largest circle possible and pasted some
of some of her pictures. The remaining part of the big circle was filled with dotted design. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഗൗരി got her wall painted in different manner. Okay, this is her wall. ഇത് 12 meter by 8 meter ഉള്ള ഒരു rectangular wall ആണ് അവൾക്കുള്ളത്. The whole wall was painted pink. ഇത് മുഴുവനും പിങ്കിൽ പെയിന്റ് ചെയ്യാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. Leaving a circular portion of diameter 4.2 meter. So this is the circular portion. So you can see a circular portion here, correct? This portion she want to leave. അവിടെ അവർക്ക് വേറെ എന്തോ താല്പര്യമുണ്ട്. Okay, and whose diameter is given. അപ്പോൾ ഈ diameter of the circular portion is provided here. എത്രയാണ്? The diameter of this 4.2. It is 4.2 അല്ലേ? Let me okay, ഇത് എത്രയാണ്? 4.2 meter. Okay, now she asked the painter to paint beautiful scenery on one half of it. അപ്പോൾ ഇതിനെ രണ്ട് ഈക്വൽ പാർട്ട് ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ this is a semicircle and this is another semicircle. Okay, you can see that അല്ലേ? ഇതൊരു semicircle ആയിരിക്കും, ഇതും മറ്റൊരു semicircle ആയിരിക്കും. And അവിടെ draw a full size triangle possible എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ ട്രയാങ്കിൾ ഇതിനകത്ത് നിർത്താൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ എ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ്. അതാണല്ലോ ഏറ്റവും വലുത്. ഇപ്പം നമ്മളൊരു ഒരു പോർഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ദ ബിഗ്ഗസ്റ്റ് ട്രയാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ട്രയാങ്കിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ ഇറ്റ് ഇങ്ങനെ വരുന്നതായിരിക്കും. അതിൻ്റെ വെർട്ടിസസ് എവിടെയായിരിക്കും? ഓൺ ദ സർക്കിൾ ആയിരിക്കും. അങ്ങനെയുള്ള സർക്കിൾസ് ആണ്, അങ്ങനെയുള്ളതായിരിക്കും ഏറ്റവും വലുത് അതിനകത്ത് നിർത്താൻ പറ്റുക. അവിടെ നമുക്ക് അതിന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഇവിടെ സെമി സർക്കിൾ ആയതുകൊണ്ട് തന്നെ സെമി സർക്കിളിൽ ഇങ്ങനെ നമുക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ ഇനി ഷീ ആസ്ക്ഡ് ദ പെയിന്റ് ഓക്കെ ഇൻ ദ അതർ ഹാഫ് ഓഫ് ദ സർക്കിൾ ഷീ ഡ്രൂ ദ ലാർജസ്റ്റ് സർക്കിൾ പോസിബിൾ. സോ അടുത്ത പാർട്ടിൽ ദ ലാർജസ്റ്റ് സർക്കിൾ പോസിബിൾ എന്ന് പറഞ്ഞാൽ ദ ഡയമീറ്റർ ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? ഇതിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? വാട്ട് കുഡ് ബി ദ ഡയമീറ്റർ? ദ ലാർജസ്റ്റ് സർക്കിൾ പോസിബിൾ എന്നാ ചോദിച്ചേക്കുന്നത്. ഇൻ ദ അതർ ഹാഫ് ഇതിന്റെ ഡയമീറ്റർ എന്തായിരിക്കും? 2.1. ഇതിന്റെ നേരത്തെ നമ്മൾ വരച്ച ആ 4.2 സർക്കിളിന്റെ റേഡിയസിന് തുല്യമായിരിക്കും ഈ ഡയമീറ്റർ. യെസ് ഓർ നോ? ദ ഡയമീറ്റർ ഓഫ് ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു എന്താണ്? ഇത് എത്രയായിരിക്കും? റേഡിയസ് ആയിരിക്കും. അപ്പൊ ഇത് എത്രയാ? 2.1 മീറ്റർ ആയിരിക്കും. ഇനി എന്താ? Other half of the circle. She drew the largest. The remaining part of the big circle was filled with dotted design. അപ്പോൾ ഇതെല്ലാം ഡോട്ടഡ് ആയിട്ടുള്ള ഡിസൈനിങ് ആണ്. ആ സർക്കിളിന്റെ ബാക്കിയുള്ള പോർഷൻ എല്ലാം ഡോട്ടഡ് ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത്. സോ ദേ ബേസ്ഡ് ഓൺ ദിസ് there are questions അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മറ്റു ചില കാര്യങ്ങളും കൂടെ ഇപ്പൊ നോക്കിയേ. ഇതിന്റെ ഡയമെൻഷൻ, ഇതിന്റെ ഡയമെൻഷൻ ഇറ്റ് ഈസ് ഗിവൺ. ഏതാണ്? It is actually the diameter. So we know since this length is 4.2, this length will be 2.1 meter. That will be equal to the radius of what? The larger circle. പക്ഷേ what about this triangle? ഈ ട്രയാങ്കിളിന്റെ ഇപ്പൊ ചിലപ്പോൾ അതിൽ ചോദിക്കുക ഏരിയ ഓഫ് ഡോട്ടഡ് പോർഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്നും ഈ ട്രയാങ്കിളും സർക്കിളും കുറയ്ക്കേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ട ഒരു സിറ്റുവേഷനും വരാം. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഇതെന്ത് ട്രയാങ്കിളാ ശരിക്കും? ഇതെന്ത് ട്രയാങ്കിളാടെ? ഇതെന്ത് ട്രയാങ്കിൾ ആയിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. വെരി ഗുഡ്. എന്താണ് കാരണം? സെമി സർക്കിളില് ആംഗിൾ വരുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു എന്തായിരിക്കും? റൈറ്റ് ട്രയാങ്കിൾ ആയിരിക്കും. ഇനി വാട്ട് ഈസ് ദ ഏരിയ ഓഫ് റൈറ്റ് ട്രയാങ്കിൾ? പറഞ്ഞേ. ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എന്തായിരിക്കും ഫോർമുല? ഹാഫ് ബി എച്ച്. യെസ്, വെരി ഗുഡ്. ഹാഫ് ബി എച്ച് യൂസ് ചെയ്യാം. ഹാഫ് ബി എച്ച് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇത് അതിന്റെ ബേസും ഇത് അതിന്റെ ഹൈറ്റും കിട്ടണം.
അത് തന്നിട്ടുണ്ടോ? പക്ഷെ ഈ ലെങ്ത് നമുക്കറിയാം 4.2. അപ്പോൾ അവിടെ ഒരു സംശയമുണ്ട്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു ഫാക്റ്റാണത്. ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആയിരിക്കും. അതെന്തുകൊണ്ടായിരിക്കും എന്നറിയാം? എന്തായിരിക്കും കാരണം? കാരണം ഇതിനകത്ത് ഒരു സെമി സർക്കിളിനകത്ത് ഇൻസ്ക്രൈബ് ചെയ്യപ്പെട്ടിട്ടുള്ള റൈറ്റ് ആംഗിൾ ഇങ്ങനെയും വരാമല്ലോ, ഇങ്ങനെയും വന്നൂടെ? ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ട്രയാങ്കിൾ ആക്കാനാ പറഞ്ഞത്. വലിയ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ ഏരിയ ഏറ്റവും കൂടുതലായിരിക്കണം. അതിന്റെ റീസൺ നിങ്ങൾ ഇപ്പം അതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അതിന്റെ റീസൺ നിങ്ങൾ 12th പഠിക്കും. മാക്സിമം ആൻഡ് മിനിമം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിൽ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് വെൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 നമുക്ക് അതിന്റെ മാക്സിമം വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ ആ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തായിരിക്കും ഈ ലെങ്ത് എന്ന് പറയുന്നത് L/2 ആയിരിക്കും. ഈ ലെങ്ത് ഉണ്ടല്ലോ, ഇതിന്റെ L/√2 ആയിരിക്കും. അതിന്റെ അർത്ഥം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആവുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഏരിയ വരുന്നത്. അത് നമ്മൾ അവിടെ പ്രൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമുക്ക് ആ കോൺസെപ്റ്റ് മാത്രം മതി. പലതും നമ്മൾ അങ്ങനെയാണല്ലോ, ഇപ്പൊ നമ്മൾ ആ കോൺസെപ്റ്റ് എടുക്കും, ആ പ്രൂഫ് പിന്നെ പഠിക്കും, ഇല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അപ്പൊ അതുകൊണ്ട് സിൻസ് ദർ ഇസ് എ വേർഡ് ഇൻ ഇറ്റ്, എന്താണ് ആ വേർഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? എന്താണ്? എ ഫുൾ സൈസ് ട്രയാങ്കിൾ പോസിബിൾ. ഏറ്റവും വലിയ ട്രയാങ്കിൾ അതിനകത്ത് പോസിബിൾ ആണെന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും വലിയ ഏരിയ വരുന്നത്. അപ്പൊ ഇതിനകത്ത് സോ മെനി ട്രയാങ്കിൾസ് ക്യാൻ ബി ഫോംഡ്. അമംഗ് ദാറ്റ് ദ ലാർജസ്റ്റ് ഏരിയ ഒക്കേർഡ് ബൈ എ ഐസോസിലസ് ട്രയാങ്കിൾ. അതുകൊണ്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ? ഈ ലെങ്ത് നമുക്കറിയാം. ദിസ് ലെങ്ത് ഈസ് വാട്ട്? ഇത് എത്രയാണ്? 4.2. അത് നമ്മൾ L ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു ഐസോസിലസ് റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇഫ് ദിസ് ലെങ്ത് ഈസ് L, വാട്ട് അബൌട്ട് ദീസ് ടു ലെങ്ത്? എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് നമുക്ക് അറിഞ്ഞുകൂടാന്ന് വെച്ചോ. ഇത് A ആണെങ്കിൽ ഇതും എന്തായിരിക്കും? A ആയിരിക്കും. ഇത് 90 ഡിഗ്രി ആണല്ലോ. പൈതഗോറസ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം? പറയടേ. A square plus A square is equal to L square. A square plus A square എന്ന് പറയുന്നതാണ് L square. That is 2A square is equal to L square, or A square is equal to L square by 2. So A is equal to L/√2. അപ്പൊ നമുക്ക് A is equal to L/√2 എന്നുള്ള വാല്യൂ ഞാൻ പറഞ്ഞു. നിങ്ങൾ ഡെറിവേറ്റീവ് പഠിച്ചിട്ട് അതിന്റെ മാക്സിമ കണ്ടുപിടിക്കുന്ന സമയത്തും യു ഗെറ്റ് ദ വാല്യൂ ഓഫ് ദിസ് ആസ് L/√2. അപ്പൊ അവിടെ L/√2 തന്നെയാണ് കിട്ടുക. അതിനർത്ഥം ദ മാക്സിമം വാല്യൂ പോസിബിൾ ഫോർ ദിസ് ലെങ്ത്, ദിസ് ബേസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് L/√2 ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? L/√2 എന്ന് കിട്ടും. L/√2. So that means the base and the height is provided. കാരണം L എത്രയാണ്? What is L here? What is L here? എന്താണ്? 4.2 മീറ്റർ. അപ്പൊ 4.2 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 4.2/√2ഉം ഇതും എത്രയായിരിക്കും? 4.2/√2 ആയിരിക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ബേസും ഹൈറ്റും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിച്ചൂടെ? ഓക്കെ. ഇനി നമുക്ക് ആ പ്രോബ്ലത്തേക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ പറഞ്ഞത് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ വി അവർ സെൽഫ് ക്യാൻ ആക്ച്വലി എക്സ്പെക്ട് സോ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ്. അപ്പൊ അതിൽ ഏതൊക്കെ ക്വസ്റ്റ്യന് എന്തൊക്കെ വേണ്ടി വരും എന്നുള്ളൊരു ഇൻട്രോസ്പെക്ഷനോട് കൂടി വേണം ഈ ക്വസ്റ്റ്യൻസിനെ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് മനസ്സിലായി ദാറ്റ് ഡയമെൻഷൻസ് ഓഫ് ദിസ് ട്രയാങ്കിൾ മേ ബി റിക്വയർഡ്. അപ്പൊ അതെങ്ങനെ കിട്ടും എന്നുള്ളൊരു ചിന്ത ആദ്യമേ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പൊ ഇതിൽ ആകെ കൂടെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ. ഈ ഡയമെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അവിടെ ഈ ക്വസ്റ്റ്യൻസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏരിയ ഓഫ് ട്രയാങ്കുലർ റീജിയൻ ദാറ്റ് വി നോ. അതിന്റെ ലെങ്ത് അറിയാമെങ്കിൽ നമുക്കറിയാമല്ലോ എന്താണ്? ഹാഫ് ഇൻറ്റു L ഇൻറ്റു B ആൻഡ് L വി നോ. L എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് ഇൻറ്റു 4.2/√2 ഇൻറ്റു 4.2/√2 അല്ലേ? ബേസും ഹൈറ്റും സെയിം അല്ലേ? സെയിം അല്ലേടേ? അല്ലേ? അങ്ങനെയല്ലേ?
Yes, sir. ഇങ്ങനെയാണോ നിങ്ങൾ Yes, sir. ഇങ്ങനെയാണോ നിങ്ങൾ ചെയ്തേ? Yes, sir. ഓക്കെ. അപ്പോൾ ഇവിടെ 4.2/√2 ആൻഡ് 4.2/√2 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇതിന്റെ ഇത് ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? What is next? അല്ലാതെ അങ്ങനെ മോനെ? BH base ഹൈപ്പർട്ടിന്യൂസ് എടുത്തിട്ട് ഒരു മിനിറ്റ്. അതിന്റെ റേഡിയസ് കൊടുക്കാം. height radius ആയിട്ട് കൊടുക്കാം. ആ യെസ് വെരി ഗുഡ്. അങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് അതും എടുക്കാം. ഇത് ഇങ്ങനെ ചെയ്യാം. അതല്ല എങ്കിൽ ഇവിടെ അത് എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പമെന്ന് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? അങ്ങനെ നമുക്ക് ഇത് ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇതിന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കാമെന്നാണ് ചോദിച്ചത്. യെസ്, നിങ്ങൾക്ക് എടുക്കാം. ഈ റേഡിയസ് ക്യാൻ ബി ടേക്കൺ ആസ് ഇറ്റ്സ് ഹൈറ്റ്. വൈ? എപ്പോഴത് സംഭവിക്കുക? 90 ഡിഗ്രി വരും. 90 ഡിഗ്രി വരണോണ്ടല്ല. ഇത് ഈ maximum എന്താണ്? possible വലുതായിട്ട് അല്ല, ഇത് ഏറ്റവും വലിയ ട്രയാങ്കിൾ ആയതുകൊണ്ട്. അതുമല്ല. മാക്സിമം ഏരിയ എടുക്കാൻ പറ്റും. അതുമല്ല. അതായത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. ഈ പ്രോപ്പർട്ടി ഉള്ള ഒരു ട്രയാങ്കിൾ ഏതായിരുന്നു? ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനാണ് നമുക്കറിയാം. ഇത് ഐസോസിലസ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്. ഈ ആൾട്ടിറ്റ്യൂഡ് തന്നെയായിരിക്കും ഇതിന്റെ മീഡിയൻ, അല്ലേ? എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഈ വെർട്ടെക്സിൽ നിന്ന് വരയ്ക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ഈ വെർട്ടെക്സിൽ നിന്ന് ബാക്കി ഈ രണ്ട് സൈഡ് ഈക്വൽ ആയതുകൊണ്ടും മീഡിയൻ ആയിരിക്കും ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് എല്ലാം സെയിം ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലെങ്ത് എന്ന് പറയുന്നത് ഏതിന് തുല്യമായിരിക്കും? റേഡിയസിന് തുല്യമായിരിക്കും. അതുകൊണ്ടാണ്. അപ്പൊ അത് റേഡിയസിന് തുല്യമായിരിക്കും. മാത്രമല്ല ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പൊ ഈ കോൺസെപ്റ്റ് എല്ലാം അവിടെ വരുന്നതിന് കാരണം ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. സോ ഐ തിങ്ക് ഇത് അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം, അല്ലെ? എന്ത് ചെയ്താൽ മതി? ഹാഫ് ഇൻറ്റു റേഡിയസ് ഇൻറ്റു ദിസ് 4.2. റേഡിയസ് എന്ന് പറയുന്നത് ഇത് എത്രയാണ് റേഡിയസ് ഇവിടെ? വാട്ട് ഈസ് ദ റേഡിയസ് ഹിയർ? 2.1. പ്ലീസ് ഡോണ്ട് കൺഫ്യൂസ് വിത്ത് ഈ ഡയമീറ്റർ. പലരും ഇതിനെ ഹാഫ് എടുത്ത് കളയാൻ ശ്രമിക്കും. കാരണം ഇതെന്ന് പറയുന്നത് ഈ ഹാഫ് ഓഫ് ദാറ്റ് സർക്കിളിന്റെ അകത്ത് വരയ്ക്കാവുന്ന ഏറ്റവും വലിയ സർക്കിൾ വരച്ചപ്പോൾ അതിന്റെ ഡയമീറ്റർ 2.1 ആണ്. പക്ഷെ ഇവിടെ ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് ദാറ്റ് സർക്കിൾ വിച്ച് യു ഹാവ് ഡ്രോൺ ഹിയർ ഓൾറെഡി. അപ്പൊ ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ വിച്ച് വി ഹാവ് ആക്ച്വലി ഡ്രോൺ ഓൺ ദിസ് സർക്കിൾ. അപ്പൊ ഇതിനകത്ത് നമ്മൾ വരച്ച ആ സർക്കിളിന്റെ ഡയമീറ്ററിന് തുല്യമായിരിക്കും ഈ റേഡിയസ്. അതുകൊണ്ട് ദിസ് ആർ ഇസ് ഈക്വൽ ടു 2.1. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കും. യെസ്, അതൊരു മെത്തേഡാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എയ്തർ യു ക്യാൻ ഗോ ഫോർ ദിസ് L/√2. അതല്ല എങ്കിൽ R into 4.2 just because it is an isosceles triangle. അതിന്റെ പ്രൈമറി ആയിട്ടുള്ള കണ്ടീഷൻ ഇതാണ്. സിൻസ് ഇറ്റ് ഈസ് an isosceles triangle, ഈ റേഡിയസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഓൺലി പെർപെൻഡിക്കുലർ ദാറ്റ് ബൈസെക്ട്സ് ദിസ് എന്താണ് ബേസ് ആൾസോ. ഇത് പെർപെൻഡിക്കുലർ ആയാൽ മാത്രമേ ദാറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് മാറത്തുള്ളൂ. അപ്പൊ അതിനൊരു റീസൺ അതാണ്. ഓക്കെ, അപ്പൊ നമുക്കത് മനസ്സിലാവും. കാരണം എന്തുകൊണ്ട് ഇത് ബൈസെക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ള രണ്ട് കണ്ടീഷൻ ഇവിടെ വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് രണ്ട് കണ്ടീഷനും വരണമെന്ന് പറയാൻ കാര്യം? ഇപ്പം നിങ്ങളെടുത്ത് ഒരു ട്രയാങ്കിൾ ഞാൻ ഇങ്ങനെ വരച്ചു. ഞാനിത് അകത്തേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് പലയിടത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമാവുന്നത് കൊണ്ടാണ് ഞാൻ പല കാര്യങ്ങളും കൂടുതൽ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു ഇത് വരച്ചു. ഇപ്പോൾ പെർപെൻഡിക്കുലർ ആണെന്നുള്ള മാത്രം കണ്ടീഷൻ പോരാ, ഇറ്റ് ഷുഡ് ബൈസെക്ട് ആൾസോ എന്ന് ഞാൻ ഇവിടെ നിഷ്കർഷിക്കുന്നു. എന്താ കാര്യം പറയാവോ? എന്തായിരിക്കും? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. അതെ, ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇത് പെർപെൻഡിക്കുലർ മാത്രമല്ല അത് ബൈസെക്റ്റും ചെയ്യുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഈ ബൈസെക്റ്റ് ചെയ്യണു എന്നുള്ളത് മസ്റ്റ് ആണോ? പെർപെൻഡിക്കുലർ നമുക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പെർപെൻഡിക്കുലർ ഡ്രാൻ ഫ്രം എ വെർട്ടെക്സ് ടു ഇറ്റ്സ് ഓപ്പോസിറ്റ് സൈഡ് ആൻഡ് ദാറ്റ് ഓപ്പോസിറ്റ് സൈഡ് ടു ബി ടേക്കൺ ആസ് ഇറ്റ്സ് ബേസ്. അത്രേ ഉള്ളൂ കണ്ടീഷൻ. പക്ഷെ ഇവിടെ ഞാൻ ഇത് ബൈസെക്റ്റും ചെയ്യണമെന്ന് ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം എന്താ? വെറുതെ എന്തായിരിക്കും കാര്യം ബൈസെക്റ്റും ചെയ്യണമെന്ന് പറയാൻ കാര്യം? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബൈസെക്റ്റും ചെയ്യണം? ഇത് എന്താണ്? യെസ്,
എന്താണ്? എന്തുകൊണ്ടായിരിക്കും ബൈസെക്റ്റും ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാര്യം? നിങ്ങൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇത് റേഡിയസ് ആയിട്ട് എടുത്തത്? ഇത് 90 ഡിഗ്രി ഫോം ചെയ്തത് കൊണ്ട് മാത്രമാണോ നിങ്ങൾ റേഡിയസ് ആയിട്ട് എടുത്തത്? 90 ഡിഗ്രി ഫോം ചെയ്യുന്നതെല്ലാം റേഡിയസ് ആയിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ഈ റേഡിയസ് ആവണമെങ്കിൽ എന്താ പ്രത്യേകത? ഇറ്റ് ഈസ് എ ലൈൻ സെഗ്മെന്റ് ഡ്രോൺ ഫ്രം എ പോയിന്റ് ഓൺ ദ സർക്കിൾ ടു ദ സെന്റർ ഓഫ് ദ സർക്കിൾ. ഇത് സെന്റർ ഓഫ് ദ സർക്കിളിൽ എത്തിയാലല്ലേ പറ്റുള്ളൂ. അപ്പൊ സെന്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് ഡയമീറ്റർ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈൻ സെഗ്മെന്റിന്റെ മിഡ് പോയിന്റ് ആയിരുന്നാൽ മാത്രമേ ഇത് എന്തായിട്ട് എടുക്കാൻ പറ്റുള്ളൂ? റേഡിയസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ള കോൺസെപ്റ്റ്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രശ്നമില്ലല്ലോ, യു ജസ്റ്റ് ഹാവ് ടേക്കൺ എ ആൾട്ടിറ്റ്യൂഡ് ഹിയർ. പക്ഷെ ഇവിടെ ഐസോസിലസ് ആയതുകൊണ്ടാണ് ഇതെന്തായി മാറുന്നത്? ആൾട്ടിറ്റ്യൂഡും ഒപ്പം തന്നെ ഇത് മീഡിയനുമായിട്ട് ഇതിൽ ഒരേ സാധനം വർക്ക് ചെയ്യും. അപ്പൊ അതുകൊണ്ട് എന്ത് പറ്റും? ആസ് എൻ ആൾട്ടിറ്റ്യൂഡ് യു ഡ്രൂ ദിസ് വൺ, പക്ഷെ ഒപ്പം തന്നെ ഇതിനെ ബൈസെക്റ്റും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഇതെന്ന് പറയുന്നത് ഇതിന്റെ മിഡ് പോയിന്റ് ആണെന്ന് മനസ്സിലാക്കുകയും. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി ദിസ് ഇസ് ഗിവൺ ആസ് ദ ഡയമീറ്റർ. സോ സിൻസ് ഇറ്റ് ഈസ് ദ മിഡ് പോയിന്റ്, സോ ഇറ്റ് ഈസ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ. Therefore this length is equal to the radius. അതുകൊണ്ടാണ് ഇത് റേഡിയസ് ആവുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായല്ലേ? മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഇത് റേഡിയസ് ആയി എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തായിട്ട് എടുക്കാം? റേഡിയസ് ആയിട്ട് എടുക്കാം. ഇത് സംഭവിക്കാനുള്ള റീസൺ ഇതാണ്. ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ റേഡിയസ് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ എന്തായിരിക്കാം? ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു. ഓക്കെ, അത് ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ അലോട്ടഡ് ഫോർ ഹർ പിക്ചേഴ്സ്. ഓ, ദാറ്റ് മീൻസ് ദിസ് സർക്കിൾ അല്ലെ? ഈ സർക്കിളിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ ഡയമീറ്റർ നമ്മൾ കണ്ടെത്തിയല്ലോ. എത്രയാണെന്ന്? ഇറ്റ് ഈസ് ഹാഫ് ഓഫ് ദ 2.1, ഹാഫ് ഓഫ് വാട്ട് ദിസ് ഡയമീറ്റർ ഓഫ് ദ ബിഗർ സർക്കിൾ. അപ്പൊ അത് ഉറപ്പായിട്ടും ഇത് എത്രയായിരിക്കും? പകുതി ആകുമ്പോൾ 2.1 ആയിരിക്കും. അപ്പൊ അത് കിട്ടി. 16ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഏരിയ ഓഫ് ദ വോൾ ദാറ്റ് ഈസ് നോട്ട് പെയിന്റഡ് പിങ്ക് ഈസ് ഗിവൺ ബൈ. ഓക്കെ, ഏരിയ ഓഫ് വോൾ ദാറ്റ് ഈസ് നോട്ട് പെയിന്റഡ് പിങ്ക്. ഓക്കെ, അതായിരുന്നു സംശയം വന്നത് അല്ലേ? ഏരിയ ഓഫ് വോൾ ദാറ്റ് ഈസ് നോട്ട് പെയിന്റഡ് പിങ്ക്. ഏരിയ ഓഫ് വോൾ ദാറ്റ് ഈസ് നോട്ട് പെയിന്റഡ് പിങ്ക്. അതിലെന്താ പ്രശ്നം? പിങ്ക് പെയിന്റ് ചെയ്തിട്ടല്ലാത്ത. ഓക്കെ, അതായത് ഇവിടെ ഷി ഹാസ് ആസ്ക്ഡ് ദ പെയിന്റർ ടു പെയിന്റ് ബ്യൂട്ടിഫുൾ സീനറി ഓൺ. ഓക്കെ, യെസ്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് പറയുന്നത് എന്താ? ദ ഹോൾ വാൾ ഈസ് പെയിന്റഡ് പിങ്ക് എന്നാ പറയുന്നത്. ഈ മൊത്തം വാളും പെയിന്റഡ് പിങ്ക് ആണ്, പക്ഷേ ലീവിങ് എ സർക്കുലർ പോർഷൻ. അപ്പൊ അതിന്റെ അർത്ഥം the portion inside the circle is not painted pink എന്നല്ലേ അതിന്റെ അർത്ഥം? Yes or no? Yes. See, leaving the അങ്ങനെയല്ലേ പറഞ്ഞത്? the whole wall is painted pink. മുഴുവൻ വാളും she actually wished to paint pink, but leaving a circular portion. So എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എനിക്ക് തോന്നുന്നു ഇതാണ്. ഈ സർക്കുലർ പോർഷന്റെ അകത്ത് she is not interested to paint pink. Instead of that she has some other idea എന്നുള്ളതാണ്. ആ ഐഡിയ അവൾ പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? She asked the painter to paint a beautiful scenery on half of it. ഏത്? ഈ പോർഷനിൽ ഒരു ബ്യൂട്ടിഫുൾ സീനറി വരയ്ക്കാനും and full triangle as possible, and in the other half of the circle എന്താ പറയാ, she pasted some pictures. അപ്പൊ ഇത് രണ്ടും ഇവിടെ സംഭവിക്കുന്നതാണ്. The rest of the remaining big circle was filled with dotted design. So ഇത് dotted design ആയിട്ടാണ് കാണുന്നത്. These two are different designs. Okay, ഇത് രണ്ടും പിങ്ക് ആണെങ്കിലും ഈ dotted design ആണ് ഈ കാണുന്നത്. ഓക്കെ, അതാണ് ഈ ഇതിന്ന്. അപ്പൊ ഇനി the area of the wall that is not painted pink എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയും? What do you say on that? Area of rectangle minus area of circle. അത്രേ ഉള്ളൂ. ഏരിയ ഓഫ് Rectangle. ഏരിയ ഓഫ് റെക്ടാങ്കിൾ
മൈനസ് Area of പറയുമ്പം സർക്കിളിലല്ല. എന്താ ചോദിച്ചേക്കണ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കണ? ഏരിയ ഓഫ് വാൾ ദാറ്റ് ഈസ് നോട്ട് പെയിന്റഡ് പിങ്ക് ഈസ് ഗിവൺ ബൈ യെസ്. ആ അപ്പം ഇതാണ് അകത്തുള്ളതല്ലേ ഈ ഏരിയ ഓഫ് ഓപ്ഷൻസിൽ പിങ്ക് എന്താണ് ഏരിയ ഓപ്ഷൻസിൽ പിങ്ക് പെയിന്റ് ചെയ്തതിന്റെ ഏരിയ ആൻസർ ആയിട്ട് വരുന്നു. ഓക്കെ അങ്ങനത്തെ ഓക്കെ ഇതേ ഉള്ളൂ. ആ അതാണല്ലേ ക്വസ്റ്റ്യൻ. അതാണ് നിങ്ങൾ സംശയം ചോദിച്ചപ്പോഴാണ്. ഏരിയ ഓഫ് ദ വാൾ ദാറ്റ് ഈസ് നോട്ട് പെയിന്റഡ് പിങ്ക് എന്നാണ് ചോദിച്ചത്. നോട്ട് വേണ്ടായിരുന്നു. ഏരിയ ഓഫ് ദ വാൾ ദാറ്റ് ഈസ് പെയിന്റഡ് പിങ്ക് എന്നായിരിക്കണമായിരുന്നു ക്വസ്റ്റ്യൻ. ആം ഐ റൈറ്റ് അല്ലേ? Yes, sir. ഓക്കെ. ഇപ്പൊ എനിവേ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് അല്ലേ? ഇത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ എല്ലാവർക്കും. അതായത് ഇതിൽ 2 കളറാണ് നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 കളർ ഇൻ ദ സെൻസ് 2 വേയിലാണ് നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് വി പെയിന്റഡ് പിങ്ക് ഇൻ ദിസ് പോർഷൻ, ഈ പോർഷൻ, ആ സർക്കിളിന് പുറത്തുള്ള പോർഷൻ പെയിന്റഡ് പിങ്കും. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണെങ്കിൽ ദാറ്റ് ഫോർമുല ദാറ്റ് വി ഡിഫൈൻഡ് നൗ എന്തായാലും ഏരിയ ഓഫ് റെക്ടാങ്കിൾ മൈനസ് ഏരിയ ഓഫ് എന്താണ് ലാർജർ സർക്കിൾ. ഓക്കെ. എടേ നിങ്ങൾ പിന്നെ CBSE പരീക്ഷയ്ക്കൊന്നും ഇങ്ങനത്തെ മിസ്ഗൈഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല. അത് കറക്റ്റായിരിക്കും ഇൻ ദ സെൻസ് അവർ ഏരിയ ഓഫ് പെയിന്റഡ് പോർഷൻ ആണെങ്കിൽ അത് കൃത്യമായിട്ടും അങ്ങനെ തന്നെ ചോദിക്കുക. അല്ലാതെ ഇങ്ങനത്തെ ഇതൊന്നും വരത്തില്ല. ഇത് ഞാൻ അവിടെ നിന്ന് ഇവിടുന്ന് കോപ്പി ചെയ്തിടുന്നത് കൊണ്ട് പറ്റുന്നതാണ്. മനസ്സിലായല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് അതിലുള്ള തെറ്റ് അതുപോലെ ആവർത്തിക്കപ്പെടും. പക്ഷേ CBSE എക്സാമിന് വളരെയധികം സ്ക്രൂട്ടിനി ചെയ്യപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. സോ അതിനകത്ത് ഒരിക്കലും എറേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. വളരെ വിരളമാണ്. ഒരു 0.001 ഒക്കെ ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ വരാതിരിക്കല്ല എന്ന് ഞാൻ പറഞ്ഞത്. പക്ഷെ അതിനുള്ള ചാൻസ് വളരെ വിരളമാണ്. അപ്പോൾ അതുകൊണ്ട് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടുമ്പോൾ മാത്രമേ വരുള്ളൂ, CBSE വരത്തില്ല കേട്ടോ. അതുകൊണ്ട് ഡോണ്ട് വറി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് പിടികിട്ടുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏരിയ ഓഫ് പോർഷൻ വിച്ച് ഇസ് പെയിന്റഡ് പിങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഇസ് ഫോർമുല. ബട്ട് ഹിയർ നോട്ട് പെയിന്റഡ് പിങ്ക് എന്ന് ചോദിച്ചിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ദ ഏരിയ ഓഫ് ദി സർക്കിൾ അല്ലേ? ഏരിയ ഓഫ് ദി സർക്കിളിന് തുല്യമായിരിക്കും. ഇതായിരിക്കുമല്ലോ, ഉറപ്പല്ലേ അല്ലേ? ഇൻക്ലൂഡിങ് ഓൾ ദിസ് ട്രയാങ്കിൾ, സർക്കിൾ ആൻഡ് ദിസ് ഡോട്ടഡ് പോർഷൻ, ഇതെല്ലാം കൂടെ ചേർന്ന് ഏരിയ ഓഫ് ലാർജർ സർക്കിൾ ആയിരിക്കും. ഏരിയ ഓഫ് ദാറ്റ് ഈസ് ആക്ച്വലി നോട്ട് പെയിന്റഡ് പിങ്ക്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ പേരിൽ ആർക്കെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വറി, മാർക്കിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. ദ ഏരിയ ഓഫ് ഡോട്ടഡ് ഡിസൈൻ, ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഡോട്ടഡ് ഡിസൈൻ, ഇറ്റ് ഈസ് വെരി ക്ലിയർ. ഇതാണ് ഡോട്ടഡ് ഡിസൈൻ അല്ലേ? ഇതല്ലേ ഡോട്ടഡ് ഡിസൈൻ എന്ന് പറയുന്നത്. സോ ദീസ് ആർ ഡോട്ടഡ് ഡിസൈൻ. സോ വാട്ട് ഈസ് ദാറ്റ് ഏരിയ ഓഫ് ഡോട്ടഡ് ഡിസൈൻ? എന്തായിരിക്കും ഏരിയ ഓഫ് ഡോട്ടഡ് ഡിസൈൻ? എന്തായിരിക്കും ഫോർമുല? ഏരിയ സർക്കിൾ മൈനസ് ഏരിയ സ്മോളർ സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഓക്കെ. അതായത് ഏരിയ ഓഫ് ലാർജർ സർക്കിൾ അല്ലേ? സർക്കിൾ മൈനസ് സം ഓഫ് ഏരിയാസ് ഓഫ് വാട്ട്? ഏരിയ ഓഫ് ട്രയാങ്കിൾ അല്ലേ? പ്ലസ് ഏരിയ ഓഫ് സർക്കിൾ. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് മൈനസ് കയറ്റിയിട്ട് മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ മൈനസ് ഏരിയ ഓഫ് സർക്കിൾ ഒന്നും കൊടുക്കാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം. ഞാൻ അങ്ങനെ എഴുതി എന്നുള്ളതേ ഉള്ളൂ. അടുത്ത എന്താ? ദ കോസ്റ്റ് ഓഫ് ഡിസൈനിങ് ദ ഹോൾ സർക്കുലർ റീജിയൻ അറ്റ് ദ റേറ്റ് ₹80 per meter square. The cost of designing the whole circular region at the rate ₹80 per meter square. അതേതാ? ഹോൾ സർക്കുലർ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഏതാ റീജിയൻ? ഏത് സർക്കുലർ റീജിയൻ ആണ്? ദ ഹോൾ സർക്കുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതാ അല്ലേ? ഈ സർക്കുലർ റീജിയനിന് എത്ര രൂപ? പെർ ₹80 per meter square. അങ്ങനെയാണോ? 80 per meter square ആണോ? 80 per meter square. 80 per meter square വെച്ച് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം. പെർ മീറ്റർ സ്ക്വയർ മീൻസ് ദേ ഡിമാൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ അല്ലെ? ഏരിയ ഓഫ് റീജിയൻ മീറ്റർ സ്ക്വയർ ആയതുകൊണ്ട് അതിന്റെ അർത്ഥം ഏരിയ ഓഫ് ദ റീജിയൻ ആണ്. അപ്പോൾ ഏരിയ ഓഫ് റീജിയൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി സർക്കുലർ പാർട്ട് അല്ലെ? ഈ സർക്കുലർ പാർട്ടിന്റെ ഏരിയ കണ്ടുപിടിക്കുക. ദാറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് 80 യു ഗെറ്റ് വാട്ട്? ദ ഏരിയ മീൻസ് ദ കോസ്റ്റ്. കിട്ടത്തില്ലേ? അങ്ങനെ തന്നെ ചെയ്തേ. ഓക്കെ. ഇനി
വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ഇതിൽ ഡിസ്കസ് ചെയ്യേണ്ട? Fourth question. ഫോർത്ത് വൺ ആ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇന്ന് ഉച്ചയ്ക്ക് ഏതാ ക്ലാസ് ടെസ്റ്റ് പറഞ്ഞേക്കുന്നത്? ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി. അതുപോലെ നാളെ രാവിലെ 11 മണിക്ക് ടെസ്റ്റ് ഉണ്ട് ട്രയാങ്കിൾസിന്റെ. വിൽ ഡിസ്കസ് ബോത്ത് ദീസ് ചാപ്റ്റേഴ്സ് ആൻഡ് ദ ഡൗട്ട്സ് ഓൺ നെക്സ്റ്റ് ഡേ, മീൻസ് 11th നമ്മൾ ഡിസ്കസ് ചെയ്യും. മീൻസ് സോറി, മൺഡേ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ 2 ചാപ്റ്ററിൻ്റെയും നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇന്ന് മൺഡേ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം നാളെ എത്ര മണിക്കാ? 11 മണിക്ക്. നിങ്ങൾക്ക് ടൈം ടേബിൾ ടൈം ഇട്ടിട്ടില്ലേ? നാളെ ഒരു പീരീഡേ ഉള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, സോ മൺഡേ നമുക്ക് രണ്ടും കൂടി ഡിസ്കസ് ചെയ്യാം. എന്താ അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ടൈമിൽ നമ്മൾ പഠിപ്പിച്ച, അതായത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ക്ലാസ്സസ് നടത്തിയിട്ടുണ്ട് ട്രയാങ്കിൾസിനൊക്കെ, പക്ഷെ എന്നാലും അത്ര ആർജവമായിട്ടുള്ള ടെസ്റ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ കൂടെ അതിനകത്ത് വരും. ഓക്കെ, നിങ്ങൾ സൺഡേ ക്ലാസ് ഇല്ലേ നിങ്ങൾക്ക് സാധാരണ? അതന്നെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. It is proposed to build a circular park equal in area to the sum of areas of 2 circular parks of diameters 16 meter and 12 meter in a locality. The radius of the new park would be. Okay, അത് അതിനർത്ഥം നമ്മളിപ്പോൾ 2 സർക്കുലർ പാർക്സ് ഉണ്ട്. And the radius of these parks were given as, let us taken as it as what, R1 and R2. Okay, sorry, R2. ഈ 2 ഏരിയയുടെയും കൂടെ ഏരിയയ്ക്ക് ഏരിയയുടെ തുകയ്ക്ക്, മീൻസ് ദ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ദീസ് 2 ടു ബി ടേക്കൺ ആസ് ദ ഏരിയ ഓഫ് ദ ന്യൂ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലെറ്റ് R be the area of the new park. Okay, then this pi r square is equal to pi r1 square plus pi r2 square. Am I right? Is it? The sum of the areas of this park is equal to the area of the new park to be formed. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? pi r square is equal to pi into r1 square plus r2 square, where pi and pi get cancelled. You get r square is equal to r1 square plus r2 square, or r is equal to square root of r1 square plus r2 square, which is equal to what? You just substitute the values here. 16 square are the diameters. Okay, sorry, these are the diameters. So what is it? Radius 8 and 6. So 8 square plus 6 square, which is equal to root of 64 plus 36, which is equal to root 100, and which is equal to 10 meter. Correct? Yes, sir. So you get it as 10 meter. So this is the correct answer. Any other doubt? നിങ്ങൾ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് ഇറ്റ് ഇൻ വേരിയബിൾസ്. അപ്പോൾ അത് നമുക്ക് ഒരുപാട് ഉപയോഗം ചെയ്യും. എനി അതർ ക്വസ്റ്റ്യൻ? യെസ്, ഉണ്ടോ? എനി അതർ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ടു ബി ഡിസ്കസ്ഡ്? ഉണ്ടോ? വേറെ ഏതെങ്കിലും ഉണ്ടോടെ? ഒന്നുമില്ല, എല്ലാം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ. എല്ലാം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണല്ലോ. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളടുത്ത് പറയാം. പ്ലീസ് ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഞാൻ മാക്സിമം ടെക്സ്റ്റ് ബുക്കിന് പുറത്തുനിന്നുള്ള, അതായത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാത്ത മോഡൽസ്, എന്നാൽ വാട്ട് എവർ യു ലേൺ ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക്, അത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസൈൻ ചെയ്ത് തരുന്നത്. But in board examination, please expect questions mostly from the textbook. You understand? So around 80% of the questions that you can expect from the textbook. Only 20% of the remaining questions that is actually coming outside the textbook. അപ്പോൾ ഈ 80% ആണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യും. because already we have discussed all the questions in the textbook. So അത് നിങ്ങൾ തറവാക്കിയിട്ട് വേണം ഇത്തരം ക്വസ്റ്റ്യൻസിലോട്ട് പോകാൻ.
ചില ക്വസ്റ്റ്യൻസ് സിമിലർ ടു ദ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് മേ ബി, ബട്ട് ഞാൻ മാക്സിമം അങ്ങനെ നിങ്ങൾക്ക് ഒരു പുതിയ ഐഡിയയും കൂടെ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. മീൻസ് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ നിങ്ങൾക്ക് ആ ലോജിക്ക് ഫ്ലറിഷ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ പോകാൻ ശ്രമിക്കുന്നത്. ബട്ട് ഇറ്റ് ഡസൻ മീൻ ദാറ്റ് ദ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യൻസ് ആർ വാട്ട് ലെസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എപ്പോഴും ടെക്സ്റ്റ് ബുക്കാണ്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഒരു 80% ഓഫ് ദ ക്വസ്റ്റ്യൻസും വരുന്നത്. അതിലൊരു സംശയം വേണം, അത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരും. 80% ക്വസ്റ്റ്യൻ ഇൻ ദ സെൻസ് ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ 12 മീറ്റർ എഴുതിയിരിക്കുന്ന ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വരുമ്പോൾ 16 മീറ്റർ ആയിട്ട് ചോദിക്കാം. ഇറ്റ് ഇസ് നോട്ട് എ ഡിഫറെൻറ്റ് തിങ്. അത് ഒരേ ലോജിക്കിൽ അപ്ലൈ ചെയ്യപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിലുള്ള ആ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് തറവാക്കിക്കൊണ്ട് വേണം ഇതിനെ അറ്റൻഡ് ചെയ്യാൻ. അത് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ബിക്കോസ് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ, അല്ലേ? യെസ് ഓർ നോ? യെസ് സാർ. അപ്പം നിങ്ങൾ എപ്പോഴും പഠിക്കുമ്പോൾ ഫസ്റ്റ് മെയിൻ എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കണം. ടെക്സ്റ്റ് ബുക്ക് ദെൻ അതർ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ടെക്സ്റ്റ് ബുക്കിന് ആ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഡേ കാണാം. നെക്സ്റ്റ് ഡേ ഇൻ ദ സെൻസ് നിങ്ങൾ നാളെ നിങ്ങളുടെ